വി.എസ്. അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകിയ നടപടി അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പിന്നീട് പാർട്ടി പറയുന്നതിനനുസരിച്ച് എന്ന് മകൻ പറയുന്നുണ്ട്. പാർട്ടി പറയുന്നുണ്ട് സ്വീകരിച്ചോളൂ എന്നും പറയുന്നുണ്ട്. സത്യത്തിൽ ഇത് CPM-ന് വെട്ടിലാക്കുകയല്ലേ ചെയ്തത്? അതെ, CPM-ന് അതിനകത്ത് ചില നിലപാടുകളുണ്ട്. മുൻപ് ഇവരുടെ നേതാക്കൾ പലരും പത്മ പുരസ്കാരങ്ങളൊക്കെ നിഷേധിച്ചിട്ടുണ്ട്, വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിരസിച്ച ആൾക്കാരിൽ ഒരുപാട് പേരുണ്ട്. EMS അടക്കമുള്ളവർ നിരസിച്ചിട്ടുള്ളതാണ്. VS ജീവിച്ചിരുന്ന സമയത്താണെങ്കിൽ പാർട്ടി വാങ്ങിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പാർട്ടി വാങ്ങിക്കാൻ സമ്മതിക്കില്ല. കാരണം VS-ന് അംഗീകാരം കിട്ടുന്നത് പാർട്ടിക്ക് അത്ര സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. കാരണം പാർട്ടിയും CPM-ഉം VS-ഉം രണ്ട് തട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം VS-ൻ്റെതായ നിലപാടുകളുണ്ട്, VS-ൻ്റെതായ ശരികളുണ്ട്. അപ്പോൾ VS അത്തരത്തിലാണ് ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നോക്കിക്കണ്ടിട്ടുള്ളതും അത് പാർട്ടിയുടെ നയത്തിനോടൊപ്പം ചേർന്ന് പോകുന്നതല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ൻ്റെ താല്പര്യങ്ങളുണ്ട്. CPM ഇപ്പോൾ പാർട്ടി നയം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ CPM-ലെ ചില വ്യക്തികളുടെ താല്പര്യമാണെന്ന് ഓർക്കണം. അതിനകത്തെ പ്രബല ലോബികളുടെ താല്പര്യമാണെന്ന് ഓർക്കണം. അതിനകത്ത് പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരുമൊക്കെയാണ് അതിൻ്റെ പ്രബല ശക്തി. അവരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അല്ല പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഘടനാ സംവിധാനം എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമല്ല. അതിനകത്ത് വ്യക്തി താല്പര്യം തന്നെയാണുള്ളത്. അതിൽ VS-ൻ്റെ താല്പര്യം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് VS-നെ ഒതുക്കി കളഞ്ഞിട്ടാണ് ഈ പറയുന്ന പിണറായി ഭരണം വന്നപ്പോൾ, പിണറായിയുടെ കീഴിലെ പാർട്ടി വന്നപ്പോൾ VS-നെ ഒതുക്കി എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ അരുൺകുമാറിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പാർട്ടി പത്മവിഭൂഷൺ പോയി വാങ്ങിച്ചോളാനാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, അരുൺകുമാറിനെ മത്സരിപ്പിക്കാനായിട്ട് പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അരുൺകുമാറിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ രഹസ്യമായി പാർട്ടിക്ക് പറയുന്നത് വാങ്ങിക്കേണ്ട കേട്ടോ, വാങ്ങിച്ചാൽ ഒന്ന് ഉറച്ച വെളിയിൽ പറയുകയും പോയിട്ട് അരുൺകുമാറിൻ്റെ അടുത്ത് പറയുകയാണ് പോയി വാങ്ങിക്കേണ്ട എന്ന് പറയുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കാര്യം വേറെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു സീറ്റിന് വേണ്ടിയിട്ട് അരുൺകുമാർ അത് ആ പത്മ പുരസ്കാരം വേണ്ടാന്ന് വയ്ക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് അരുൺകുമാർ മത്സരിക്കാൻ യോഗ്യനാണോ എന്നുള്ള ചർച്ചയാണ് ഒരു സൈഡിൽ നടക്കുന്നത്. അതായത് ചാണ്ടി ഉമ്മന് മത്സരിക്കാമെങ്കിൽ, ഉമാ തോമസിന് മത്സരിക്കാമെങ്കിൽ, ശബരിനാഥന് മത്സരിക്കാമെങ്കിൽ അരുൺകുമാറിന് എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ? അപ്പോൾ അവിടെ ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്തായിരിക്കണം എന്നുള്ളത് പാർട്ടിയുടെ അല്ലെങ്കിൽ CPM-ൻ്റെ ഇഷ്ടമാണ്. CPM-ന് പറയാം വേണമെങ്കിൽ മത്സരിക്കുക, വേണ്ടെങ്കിൽ മത്സരിക്കുക. ഇനി അഥവാ പത്മ പുരസ്കാരം വാങ്ങിക്കരുത് എന്നാൽ സീറ്റ് തരില്ല എന്നൊരു ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അരുൺകുമാർ നേരെ ചെയ്യേണ്ടത് സ്വതന്ത്രമായിട്ട് മത്സരിക്കുക അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ പോയി മത്സരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല സാധ്യതയുള്ള ആൾ കൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ വാസ്തവം എന്നുള്ളതാണ്. മുൻപ് പത്മവിഭൂഷൺ CPM-ന് നൽകിയ സമയത്തെല്ലാം തന്നെ ഈ CPM നിരസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2022 പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ പാർട്ടി അത് നിരസിച്ചു. ആർക്ക്? ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് 2022 ഈ പറയുന്ന പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചത്, പത്മഭൂഷണായിരുന്നു പ്രഖ്യാപിച്ചത്. അത് വേണ്ട എന്ന് പാർട്ടി പറഞ്ഞു. അപ്പോൾ പാർട്ടിക്ക് ഇത്തരം ചില ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് VS-ൻ്റെ കാര്യത്തിൽ വേണ്ടാന്ന് വയ്ക്കുന്നതെന്ന് അറിയാമോ? വാങ്ങിച്ചോളാൻ പറയുന്നതിന് കാരണം എന്തെന്നറിയാമോ? അതായത് VS-നെ കിട്ടിയ ഒരു വലിയ അംഗീകാരത്തെ പാർട്ടി തടഞ്ഞു എന്ന് പറഞ്ഞ് പാർട്ടിക്കെതിരായിട്ടൊരു നിലപാട് ജനങ്ങളുടെ അടുത്തു നിന്നുണ്ടാവും, ഒരു അവമതിപ്പുണ്ടാക്കും. ആ അവമതിപ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പത്മഭൂഷൺ വാങ്ങിച്ചോളാനായിട്ട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് EMS ഇതുപോലെ പത്മവിഭൂഷൺ പത്മ അവാർഡ് കൊടുത്തപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ജ്യോതി ബസുവിന് ഭാരതരത്നവും ഈ പറയുന്ന സുർജിത്തിന് പത്മ പുരസ്കാരവും പത്മവിഭൂഷണം അന്ന് പണ്ട് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഇവർ അലയൻസ് ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് ഇവരോട് മുന്നോട്ട് വെച്ചിരുന്നു, ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അന്നും CPM അത് വേണ്ടാന്ന് വെച്ചാണ്. CPM കാണിച്ച ലോകമണ്ടത്തരങ്ങൾ പലതും ഉണ്ടല്ലോ. അതിൽ ഒന്നാണ് ഈ പറയുന്ന ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാം, 4 മന്ത്രിപദം തരാമെന്നൊക്കെ പറഞ്ഞു. അതായത് ഇവർ പിന്തുണച്ചിരുന്നു, UPA സർക്കാരിനെ പിന്തുണച്ചിരുന്നു. അത് വേണ്ടാന്ന് വെച്ചു. അന്ന് അത് സ്വീകരിച്ചിരുന്നെങ്കിൽ CPM എവിടെ പോകുമായിരുന്നു? ആ CPM-ൻ്റെ മുഖ്യമന്ത്രി വന്നതിന് പ്രധാനമന്ത്രി വന്നതിന് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി. അപ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ രാജ്യത്തൊക്കെ വളർന്നേനെ. അപ്പോൾ ഇവരുടെ ഈ മൂരാച്ചി സമീപനങ്ങൾ, ഇവർ എപ്പോഴും പ്രയോഗിക്കുന്ന വാക്കാണല്ലോ മൂരാച്ചി, ഇവരുടെ മൂരാച്ചി സമീപനങ്ങളും പിന്തിരിപ്പൻ നയങ്ങളും കൊണ്ട് അത് നശിച്ചാണ്. എന്തായാലും അത് നശിച്ചത് നന്നായി. CPM അങ്ങനെ നശിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിൻ്റെ പ്രത്യയശാസ്ത്രവും അതിൻ്റെ നിലപാടുകളും ഒക്കെ മനുഷ്യവിരുദ്ധവും തെറ്റുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ നശിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നും കാണേണ്ടതില്ല എന്നുള്ളതാണ്. എന്തായാലും VS അച്യുതാനന്ദൻ ഇവിടെ പത്മ പുരസ്കാരം കിട്ടുമ്പോൾ പത്മ പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വലിയ ആദരവാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണെന്ന്, ഒന്നാമത്തെ ഭാരതരത്നയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയും
പത്മഭൂഷണാണ് കിട്ടിയിരിക്കുന്നത്. മമ്മൂട്ടി, വെള്ളാപ്പള്ളി, KT തോമസ്. അപ്പോൾ ഇത്തരത്തിൽ മമ്മൂട്ടിയോട് വിളിച്ച് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് എനിക്ക് ആ മാധ്യമ സ്ഥാപനമാണോ, അതായത് ആ ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയായിരുന്നല്ലോ, അപ്പോൾ ചോദിക്കുകയാണ് പത്മ പുരസ്കാരം ലഭിച്ചാൽ സ്വീകരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു അത്രേ. മമ്മൂട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞു കാണും മമ്മൂട്ടിക്ക് എന്ത്. അപ്പോൾ അങ്ങനെ വെള്ളാപ്പള്ളി, പക്ഷേ ഇതൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ VSൻ്റെയും വെള്ളാപ്പള്ളിയുടെയും പേരില്ലായിരുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശമേ വെച്ചിട്ടില്ല മുന്നോട്ട്. അപ്പോൾ ഇത് BJPയുടെ ഒരു നീക്കം തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ശരിയാണ്. VSന് പത്മഭൂഷൺ കൊടുക്കേണ്ടതാണ്. VS സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതുപോലെ തന്നെ ഈ മറ്റേ യുദ്ധകാലത്ത് ഈ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് രക്തം കൊടുത്തിട്ടുണ്ട്. ജയിലിൽ വെച്ച് അതിന് പാർട്ടിയുടെ നടപടിയൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത, നല്ല പ്രവൃത്തി ചെയ്ത, ദേശസ്നേഹമുള്ള വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളെയൊക്കെ നിശിതമായി വിമർശിച്ചിരുന്ന ആളാണ്. ഈ ലവ് ജിഹാദിനെയും ഒക്കെ തന്നെ വിമർശിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് ഭീഷണികൾ, ഭീകരവാദ പ്രവണതകൾ ഇവിടെ ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ അതുപോലെ മറ്റൊരു മുഖ്യമന്ത്രിയും ഉണ്ട്, അത് AK ആൻ്റണിയാണ്. AK ആൻ്റണി പറഞ്ഞിരുന്നു ഇവിടെ ന്യൂനപക്ഷങ്ങൾ ശക്തരാണ്, അവർ ഈ പറയുന്ന എല്ലാം അവരുടെ സ്വന്തമാക്കുന്നു എന്ന് പറഞ്ഞ് തുറന്നു പറഞ്ഞാണ്. ഈ രണ്ടുപേരും പിന്നെ ഒരിക്കലും മുഖ്യമന്ത്രി ആയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഇവിടുത്തെ നയങ്ങളും കാര്യങ്ങളും ഒക്കെ പോകുന്നു എന്നുള്ളതാണ്. CPMൻ്റെ ഒരു നിലപാട്, പ്രഖ്യാപിത നിലപാടാണ് ഈ പറയുന്ന ദേശ താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നതിനെ എല്ലാം അവഗണിക്കുക എന്നുള്ളത്. അത് ഇത്തരം അവാർഡുകളായാലും ശരി തന്നെ, ദേശഭക്തിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായാലും തന്നെ, രാജ്യസേവനമാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ CPM എല്ലാ കാലത്തും തള്ളി പറയുന്ന ഒരു സമ്പ്രദായമാണ് അവർക്കുള്ളത്. അവർക്ക് ദേശീയമായ നിലപാടില്ല. അതുപോലെ മറ്റൊരു പ്രമുഖ വ്യക്തിത്വം എന്ന് പറയുന്നത് ജസ്റ്റിസ് KT തോമസ് ആണ്. അപ്പോൾ അദ്ദേഹം വളരെ ഒരു ക്രാന്തദർശിയായിട്ടുള്ള ഒരു ന്യായാധിപനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആ നിലപാടുകളൊക്കെ മനസ്സിലാകുകയും ചെയ്യുന്ന ആളാണ്. അതൊക്കെ അതായത് രാഷ്ട്ര താല്പര്യത്തെ മുൻനിർത്തി ചിന്തിക്കുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എത്രയോളം രാജ്യത്തിന് സംഭാവനകൾ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളും ഏറെ പ്രസക്തമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ പത്മ അവാർഡുകളുടെയൊക്കെ സ്വഭാവം മാറിയത്. പത്മ അവാർഡുകളിൽ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് താല്പര്യമുള്ള, അവരുടെ നിക്ഷിപ്ത താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെയാണ് മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന ബിസിനസ്സുകാർക്ക്, സിനിമാ നടന്മാർക്ക് ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവർക്ക് ആർക്കൊക്കെ താല്പര്യമുണ്ട് അവർക്കൊക്കെ കൊടുക്കും കേന്ദ്ര സർക്കാർ. അങ്ങനെയായിരുന്നു കോൺഗ്രസിൻ്റെ കാലത്ത്. അപ്പോൾ പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത് രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ കാണും. ചെറുവയൽ രാമനായാലും ശരി തന്നെ. അതുപോലെ ഓരോരുത്തരെയും നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓരോരോ വ്യക്തിത്വങ്ങളെയും അങ്ങനെയാണ് അവർ ആദരിക്കുന്നത്. വ്യത്യസ്ത മേഖലകളിലുള്ളവരെയാണ്, ആരും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്. അത് ഇത്രയും നാടിന് വേണ്ടി സംഭാവന ചെയ്യണമല്ലോ, എന്തെങ്കിലും ചെയ്യണം. ചുമ്മാ പോകുന്ന വഴിയെ പോകുന്നവൻ പ്രശസ്തനാണ്, സിനിമാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിടിച്ച് കൊടുക്കുകയല്ലോ വേണ്ടത്. ഇവിടെ കൃത്യമായി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർഹതയുള്ള ആൾക്കാർക്കാണ് പത്മ അവാർഡുകൾ ഇപ്പോൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് വലിയ കാര്യമാണ് എന്നുള്ളതാണ്. ലക്ഷ്മിക്കുട്ടിയമ്മ തിരുവനന്തപുരത്തുള്ള ഒരു പാരമ്പര്യ ചികിത്സയുടെ, അതായത് ആദിവാസി ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അവർക്ക് പത്മശ്രീ കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരാണ്. മമ്മൂട്ടി മോശമെന്നല്ല പറയുന്നത്, മമ്മൂട്ടി അർഹനാണ്. മമ്മൂട്ടി എത്രയോ സിനിമകൾ നമുക്ക് തന്ന ആളാണ്. അപ്പോൾ അത് ഒരിക്കലും മോശമല്ല. അപ്പോൾ ഏറ്റവും നല്ല അർഹത ഉള്ള ആൾ തന്നെയാണ്. അതുപോലെയുള്ള ആൾക്കാർക്ക്, ഈ അർഹരായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പറയുന്ന പത്മ അവാർഡുകൾ ഇപ്പോൾ നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും CPMന് അത്ര പിടിക്കുന്ന കാര്യമൊന്നുമല്ല. CPMന് എന്താ, അവർ ഒന്നുകിൽ അവരുടെ കയ്യിലായിരിക്കണം എല്ലാം. പിന്നെ പിണറായി വിജയന് പത്മശ്രീ കൊടുക്കുമെന്നുള്ളതാണ്. പക്ഷെ സ്വീകരിക്കില്ല അവർ. പക്ഷേ സ്വീകരിക്കും, ഭാരതരത്നയാണെങ്കിൽ സ്വീകരിക്കും. പരമോന്നത ബഹുമതി മാത്രമേ അത് പിണറായി വിജയൻ്റെ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇത് ട്രോളുകളിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തരത്തിലാണ് CPMൻ്റെ നിലപാട് എന്നുള്ളതാണ്. BJP മുന്നോട്ട് വെച്ച ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പത്മയ്ക്ക് അർഹരായ ആൾക്കാരെ കണ്ടെത്തി നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും VSന് പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്ന വലിയ കാര്യമാണ്. അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം അത് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അത് വളരെ നല്ല നിലപാടാണ് പാർട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, പാർട്ടിക്ക് കണ്ടുവിടാത്ത ആളാണ് VS എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടി അത് സ്വീകരിക്കാം എന്ന് പറഞ്ഞതും. അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ഇനിയും ആവശ്യമാണ്. അത് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്.
ഒപ്പം ലൈക്ക് ചെയ്യുക, വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.